Dear students, the last algorithm and the last topic from the fifth module is uh, another visibility surface detection algorithm, that is depth sorting method. Okay, so it uses both methods, that is image space method and object space method. രണ്ട് മെത്തേഡും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. Okay, in this method it performs two basic functions. First function is the surfaces in the scenes are sorted in the decreasing order of depth. Then second function is these surfaces are then scan converted starting from surfaces having highest depth. Okay, അപ്പോൾ ഈ ഡെപ്ത് സോർട്ടിംഗ് മെത്തേഡിനകത്ത് നമുക്ക് രണ്ട് ഫങ്ഷൻസാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സീനിൽ ഏതൊക്കെ സർഫസുകളുണ്ടോ ആ സർഫസിനെ എല്ലാം അതിൻ്റെ ഡെപ്തിൻ്റെ ബേസിൽ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിക്രീസിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. അതായത് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏറ്റവും ഹയസ്റ്റ് ഡെപ്തുള്ള സർഫസ് ആയിരിക്കും, ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഏറ്റവും ലോവസ്റ്റ് ഡെപ്തുള്ള സർഫസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സർഫസിനെ എല്ലാം സോർട്ട് ചെയ്യും ഇൻ ദി ഡിക്രീസിങ് ഓർഡർ ഓഫ് ഡെപ്ത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ലിസ്റ്റിലുള്ള ഓരോ സർഫസിനെ നമുക്ക് സ്കാൻ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ സ്കാൻ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ദ സർഫസ് വിത്ത് ഹയസ്റ്റ് ഡെപ്ത്, ദാറ്റ് ഈസ് ദ സർഫസ് ഫ്രം ദ first position in the sorted list. Okay, then this algorithm can also be termed as painter's algorithm. Painter's algorithm എന്നൊരു നെയിമും കൂടെ ഉണ്ട്, because here it paints the polygon surfaces onto the frame buffer according to the depth and it is carried out in the several steps. ഓക്കെ, അപ്പോൾ ഇവിടെ പെയിൻറ്റേഴ്സ് അൽഗോരിതം എന്നുള്ള നെയിം കൂടെ ഉണ്ട്. ആ നെയിം വരാനുള്ള ചാൻസ് ആണെന്ന് പറയുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പല ലെയേഴ്സായിട്ട് ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ ആദ്യം ഒരു സർഫസിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ഡെപ്ത് കാൽക്കുലേഷനെ ബേസ് ചെയ്ത് വീണ്ടും അടുത്ത ചിലപ്പോൾ സർഫസ് ഒന്ന് റീഓർഡർ ചെയ്ത് അടുത്തൊരു സർഫസിൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും അവിടെ ഫുള്ളി സ്റ്റോർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് പെയിൻറ്റേഴ്സ് അൽഗോരിതം. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആ സോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ഒരു സർഫസ് എടുക്കും ഹാവിങ് ദ ഗ്രേറ്റസ്റ്റ് ഡെപ്ത്. ദെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദ അതർ സർഫസസ് ഇൻ ദ ലിസ്റ്റ് ടു ഡിറ്റർമൈൻ വെദർ ദേ ആർ എനി ഓവർലാപ്സ് ഇൻ ഡെപ്ത്. അപ്പോൾ നമുക്ക് ആ സോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ആളെ എടുത്തിട്ട് റിമൈനിങ് ഉള്ള എല്ലാവരുമായിട്ടും കമ്പയർ ചെയ്യും ബേസ്ഡ് ഓൺ ഡെപ്തിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യും എന്തെങ്കിലും ഓവർലാപ്പിംഗ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇഫ് നോ ഓവർലാപ്പ് ഈസ് ഓഗോസ് എസ് ഈ സ്കാൻ കൺവേർട്ട്. നോ ഓവർലാപ്പിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എസ്സിനെ നമ്മൾ സ്കാൻ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യാൻ മീൻസ് അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. Okay, so surfaces with the greatest depth is then compared to the other surfaces in the list to determine whether there are any overlaps in depth. Depth overlapping വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. Then this process is then repeated for the next surface in the list. അപ്പോൾ നമ്മൾ ഒരു സോർട്ടഡ് ലിസ്റ്റിനകത്ത് ആദ്യത്തുള്ള സർഫസ് എടുക്കും, ആ സർഫസിന് വേറെ ഒരു സർഫസുമായിട്ടും ഓവർലാപ്പിംഗ് ഇല്ല മീൻസ് അയാൾക്ക് തന്നെയാണ് ഹയസ്റ്റ് ഗ്രേറ്റ്, അയാൾ നമ്മൾ സ്കാൻ കൺവേർട്ട് ചെയ്യും, അതായിരിക്കും ക്ലോസ്. ഇനി തൊട്ടടുത്തുള്ള സർഫസിനെ കൺസിഡർ ചെയ്യുക, അയാളും ബാക്കിയുള്ളവരുമായിട്ട് നമുക്കിങ്ങനെ കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ 5 സർഫസ് ഉണ്ടെങ്കിൽ S1 എടുത്തു S2 തൊട്ട് S5 വരെ കമ്പയർ ചെയ്യണം. അപ്പോൾ S1 തന്നെയാണ് ഗ്രേറ്റസ്റ്റ് എന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാൻ കൺവേർഷൻ പ്രോസസ്സ് ചെയ്യും. ദെൻ S2 എടുക്കും. S2 എടുക്കുമ്പോൾ S3 S4 S5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇതുമായിട്ടൊരു ഓവർലാപ്പിംഗ് വരുവാണെങ്കിൽ, ഡെപ്ത് ഓവർലാപ്പിംഗ് വരുക മീൻസ് നമ്മുടെ S1 ഏതെങ്കിലും S3 അല്ലെങ്കിൽ S4 അല്ലെങ്കിൽ S5 ആരെങ്കിലും ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ S2 ആയിരിക്കത്തില്ല ക്ലോസ് ആയിട്ടുള്ളത്, എന്താ S3 അല്ലെങ്കിൽ S4 S5 ആയിരിക്കും ക്ലോസ്. സോ അവിടെ ഒരു ഓവർലാപ്പിംഗ് വരും. സോ അതനുസരിച്ച് നമുക്ക് സ്കാൻ കൺവേർഷൻ S2 ചെയ്യാൻ പറ്റില്ല, അവിടെ റീഓർഡറിങ് ചെയ്യേണ്ടി വരും. അതായത് S2 പകരം ആരാണോ S2 കാട്ടിയിട്ട് ഹയസ്റ്റ് ഗ്രേറ്റ്, ഇപ്പോൾ S4 ആണെങ്കിൽ S4 ആയിരിക്കും അവിടെ നമ്മൾ സ്കാൻ കൺവേർഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ആസ് ലോങ് ആസ് നോ ഓവർലാപ്പിംഗ് വിൽ ഒക്കേഴ്സ് each surface is processed in depth order until all have been scan converted. അപ്പോൾ ഓവർലാപ്പിംഗ് ഓരോ സർഫസ് എടുത്തിട്ട് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്കാൻ കൺവേർട്ട് ചെയ്ത് വിടണം, ഓവർലാപ്പിംഗ് വരുന്നത് വരെ. ഇൻ കേസ് എന്തെങ്കിലും ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ if any depth overlap is detected at any point in the list, it needs to make some additional comparisons or additional tests to determine whether any of the surface should be reordered. അപ്പോൾ എന്തെങ്കിലും ഒരു ഓവർലാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ അഡീഷണൽ ടെസ്റ്റും കൂടി പെർഫോം ചെയ്യണം. അഡീഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 ടെസ്റ്റാണ് പെർഫോം ചെയ്യാനുള്ളത്. ആ 4 ടെസ്റ്റും ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് വന്നാലും പ്രോബ്ലം ഒന്നുമില്ല, അതേ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി.
അപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ ഓർഡർ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ദെൻ എല്ലാ ടെസ്റ്റും ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ഓക്കെ, so the 4 tests are: first is bounding rectangles in the xy plane for the two surfaces do not overlap. നമ്മൾ 2 സർഫസ് ആയിരിക്കുമല്ലോ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മൾ ആ സോർട്ടഡ് ലിസ്റ്റ് നിന്ന് ഒരാളെ എടുക്കും, അയാളെ ബാക്കിയുള്ള എല്ലാവരുമായിട്ടും കമ്പയർ ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം 2 സർഫസ് ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോക്കുന്നത് ആ സർഫസിനെ ബൗണ്ട് ചെയ്യുന്ന റെക്റ്റാങ്കിളിൽ ഓവർലാപ്പിംഗ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് ആ 2 പേരുടെയും സർഫസിൽ ഓവർലാപ്പിംഗ് ഒന്നും ഇല്ല. ഓക്കെ, then second and third point means we have to identify whether the surface S is completely behind the overlapping surface, and the third point is the overlapping surface is completely in front of the S. അപ്പോൾ S എന്ന് പറയുന്നത് നമ്മുടെ ഓവർലാപ്പിംഗ് സർഫസിനെ കംപ്ലീറ്റ്ലി ബിഹൈൻഡ് അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് സർഫസ് നമ്മുടെ എസിനെ കംപ്ലീറ്റ്ലി ഇൻ ഫ്രണ്ട് ആണോ എന്ന് നോക്കുക. അതാണ് 2, 3 ടെസ്റ്റ്. ദെൻ ഫോർത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ടെസ്റ്റാണ്, ബുള്ളറ്റ് പോയിൻറ്റ്സിൽ കൊടുത്തിട്ടെങ്കിൽ ദിസ് ദ ഫോർത്ത് ടെസ്റ്റ്. ഫോർത്ത് ടെസ്റ്റ് ഈസ് ദ പ്രൊജക്ഷൻസ് ഓഫ് ദ 2 സർഫേസസ് ഡു നോട്ട് ഓവർലാപ്പ്. അതിൻ്റെ ഈ 2 സർഫേസിൻ്റെ പ്രൊജക്റ്റഡ് ഇമേജ് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ 4 ടെസ്റ്റാണ്. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനിൽ അതിൻ്റെ സർഫസിൻ്റെ ബൗണ്ട് ചെയ്യുന്ന രീതി റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 ഡയമെൻഷനിൽ അവർക്ക് ഓവർലാപ്പിംഗ് ഒന്നും വരാൻ പാടില്ല. ദെൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ ഓവർലാപ്പിംഗ് പൊസിഷനെക്കാട്ടി ബിഹൈൻഡോ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിനെക്കാട്ടി ഇൻ ഫ്രണ്ടോ ആയിരിക്കണം. ഫോർത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊജക്ഷൻസ് ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 4 ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ദാറ്റ് മീൻസ് നമ്മൾ ഓവർലാപ്പിംഗ് വന്നപ്പോഴാണ് ഈ അഡീഷണൽ ടെസ്റ്റ് പെർഫോം ചെയ്തതെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം ഓവർലാപ്പിംഗ് വന്നു എങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, ഓർഡർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ബട്ട് ഇതിൽ എല്ലാ ടെസ്റ്റും ഫെയിൽ ആണെങ്കിൽ അതിനർത്ഥം അവിടെ ഓവർലാപ്പിംഗ് വന്നത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ S2 S3 ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ S2 അവിടെ ഒരു ഓവർലാപ്പിംഗ് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 4 ടെസ്റ്റും പെർഫോം ചെയ്യും. 4 ടെസ്റ്റും ഫെയിൽ ആവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഓവർലാപ്പിംഗ് ഈസ് കറക്റ്റ് ആൻഡ് S2 എന്ന് പറയുന്ന ഓർഡർ മാറ്റണം. S2ൻ്റെ S3യുടെ ഓർഡർ മാറ്റി S2 S3 എന്നുള്ളത് S3 S2 എന്നാക്കി മാറ്റണം. അതായത് S2വിനെക്കാട്ടി വിസിബിലിറ്റി കൂടുതൽ S3ക്കകത്താണ്. ഓക്കെ, then perform these tests in the order listed and proceed to the next overlapping surface as soon as it finds one of the test is true. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റ് നമ്മളും ഓർഡറിലാണ് 1 2 3 4 എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ തന്നെ ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിയോർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് സർഫസിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഇഫ് ഓൾ ദ ഓവർലാപ്പിംഗ് സർഫസ് പാസ്ഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടെസ്റ്റ് നൺ ഓഫ് ദം ഈസ് ബിഹൈൻഡ് എസ്. ഓക്കെ, നോ റിയോർട്ടറിംഗ് ഈസ് ദെൻ നെസസറി ആൻഡ് എസ് ഈസ് ക്യാൻ കൺവേർട്ടഡ്. ടെസ്റ്റ് 1 ഈസ് പെർഫോംഡ് ഇൻ 2 പാർട്സ്. ഇതിൽ പറഞ്ഞ ടെസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മൾ 2 പാർട്സ് ആയിട്ടാണ്, 2 സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് ഓവർലാപ്പ്, അതായത് എക്സ് ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കണം, വൈ ഡയറക്ഷനിൽ ഓവർലാപ്പിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ഇഫ് ഏതർ ഓഫ് ദീസ് ഡയറക്ഷൻസ് ഷോ നോ ഓവർലാപ്പിംഗ് ദീസ് 2 പ്ലെയിൻസ് കനോട്ട് ഒബ്സ്കോർ ഈച്ച് അതർ. ദാറ്റ് മീൻസ് ഓവർലാപ്പിംഗ് ഒന്നും ഇല്ല. മനസ്സിലായോ? എക്സ് ഡയറക്ഷനിൽ ഓവർലാപ്പ് ഉണ്ടോ എന്ന് നോക്കണം, വൈ ഡയറക്ഷനിൽ ഓവർലാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. 2 ഡയറക്ഷനിൽ ഓവർലാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 2 സർഫസും തമ്മിൽ ഓവർലാപ്പിംഗ് ഒന്നും ഇല്ല. അതാണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റിൽ നോക്കുന്നത്. ദെൻ ടെസ്റ്റ് 2 ആൻഡ് 3 പെർഫോം ചെയ്യുന്നത് ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റിൻ്റെ ബേസിസിലാണ്. ഇഫ് ടെസ്റ്റ് 1 ത്രൂ 3 1 തൊട്ട് 3 വരെയുള്ള ടെസ്റ്റ് എല്ലാം ഫെയിൽ ആയിക്കഴിഞ്ഞാൽ ടെസ്റ്റ് 4 ചെക്ക് ചെയ്യുക. ഓക്കെ, then if all of the 4 tests will fail with a particular overlapping surface S dash, we have to interchange the surface S and S dash in the sorted list. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു സോർട്ടഡ് ലിസ്റ്റ് ഉണ്ട്, ആ സോർട്ടഡ് ലിസ്റ്റിൽ ഒരാളെ എടുക്കുക, ഒരാളെ എടുത്തിട്ട് ബാക്കിയുള്ള ഓരോരുത്തരെയായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ എടുത്ത ആൾ തന്നെയായിരിക്കും വിസിബിൾ. സോ അയാളുടെ സ്കാൻ കൺവേർട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് അയാളുടെ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു സർഫസുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഡെപ്ത് ഓവർലാപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 4 ടെസ്റ്റുകൾ 1 by 1 ആയിട്ട് ചെയ്യണം. അതിലേതെങ്കിലും ഒന്ന് ട്രൂ ആണ്, ദാറ്റ് മീൻസ് 1 ട്രൂ ആവണമെങ്കിൽ ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് കാണത്തില്ല, റീഓർഡറിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ 4 പേരും ഫെയിൽ ആവുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളെടുത്ത S1 S1 ഡാഷിനും ഇടയ്ക്ക് ഓവർലാപ്പിംഗ് ഉണ്ട്. സോർട്ടഡ് ലിസ്റ്റിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് S1 ഡാഷ് S എന്നുള്ള രീതിയിൽ ആക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെപ്ത് സോർട്ടിംഗ് മെത്തേഡ്. ഡെപ്ത് സോർട്ടിംഗ് മെത്തേഡിൽ ആദ്യമേ ഒരു സോർട്ടഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് മെത്തേഡിൽ ആ സോർട്ടഡ് ലിസ്റ്റിൽ ഒരാളെ എടുത്തിട്ട് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓവർലാപ്പിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കാൻ കൺവേർഷൻ നടത്തുക, ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ അഡീഷണലി 4 ടെസ്റ്റ് പെർഫോം ചെയ്യുക. ആ ടെസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ റീഓർഡറിങ് വേണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്.
Okay, so this is all about depth sorting method. Thank you.